ഇതിനകത്ത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം ഈ കേസിനകത്ത് വന്നതെന്ന് പറയുന്നത് ഒരു വാതിൽപ്പടിയുടെയും ദ്വാരപാല ശില്പത്തിന്റെയും കേസാണ് വന്നത്. അപ്പം ഈ കേസ് അന്ന് ഇരുന്ന അല്ലെങ്കിൽ കോടതി പറയുന്ന അനുസരിച്ചുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കക്ഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് കാണേണ്ടത് ഇതിനകത്ത് പപ്പനെ തന്നെ. പപ്പൻ ഈ കൊള്ളയ്ക്കകത്ത് കൂട്ടുനിന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ഗ്രൗണ്ട് ഒരുക്കി, അല്ലെങ്കിൽ കൊള്ളയ്ക്കകത്തുണ്ട്. അത് ദ്വാരപാല ശില്പത്തിന്റെയും അല്ലെങ്കിൽ വാതിൽപ്പടിയുടെയും കേസിനകത്ത് മാത്രമാണ് അയാളുള്ളത്. പക്ഷെ അയാൾ അകത്ത് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇതിനകത്തൊന്നും ഒട്ടിച്ചിട്ടില്ല, ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ഇതിനകത്ത് നിന്ന് കൊടുക്കേണ്ടി വന്നു, എന്നെ കൊണ്ട് ചിലരിത് ചെയ്യിച്ചു, ദൈവതുല്യരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അയാൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പോറ്റി എന്ന് പറയുന്ന ആളാണല്ലോ നിങ്ങൾ പറയുന്ന ഈ കൊള്ളക്കാരൻ, അല്ലെങ്കിൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട കസ്റ്റഡി. ഈ പോറ്റിയുടെ പിറകിൽ ആളുണ്ട്. പോറ്റിയെ 2004 തൊട്ട് ഇവിടെ ഉണ്ട്. അത് തൊട്ട് ഇങ്ങോട്ട് അന്വേഷിക്കണം. അന്ന് ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷമോ ഒന്നുമല്ല, കോൺഗ്രസ് ആണ്. അന്നും മന്ത്രിയുണ്ട്, അന്നും തന്ത്രിയുണ്ട്, അന്നും ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട്. അപ്പം അന്ന് നടന്ന കൊള്ളകൾക്കകത്ത് വരുന്നതാണ് 18-ാം പടിയുടെ കൊള്ള. അതും ക്രമവിരുദ്ധമായിട്ടാണ് നടന്നിരിക്കുന്നത്. അതിനകത്തൊന്നും ഈ 18-ാം പടി പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കൊള്ളയ്ക്കകത്ത് ഈ പറയുന്നത് പോലെ എല്ലാ ശബരിമലയ്ക്കകത്ത് നടക്കാണ്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നടന്നു. അവിടുന്ന് പല കാര്യങ്ങളും കടത്തി. അതുപോലെ തന്നെയുള്ള ഒരു കൊള്ളയായിരുന്നു ഈ പറയുന്ന കൊടിമരത്തിന്റെ കൊള്ള. ഇപ്പൊ മഹേഷ് പണിക്കർ എന്ന് പറയുന്ന ഒരാൾ വ്യക്തമായിട്ട് ഇന്നലെ തൊട്ട് ശില്പി സംശയം രേഖപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന കഴിഞ്ഞ ദിവസം നമ്മൾ IPS കാരന്റെ കാര്യം പറഞ്ഞു, അവിടുത്തെ അന്വേഷണ ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറയുന്നു. അപ്പം ഇതിനകത്ത് മൊത്തം ദുരൂഹതയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഞാൻ നേരത്തെ ഒരു ടോക്കിനകത്ത് പറഞ്ഞു, ഇത് ശബരിമലയിലെ ഈ തന്ത്രി കുടുംബത്തിന്റെയും അല്ലെങ്കിൽ ശബരിമലയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഓരോ ഘട്ടത്തിൽ കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഓരോ കാരണം കണ്ടെത്തും.